ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞാൻ ഇന്നലെ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നേരെ പുറത്തേക്ക് ഇറങ്ങി ചെടികളൊക്കെ നോക്കുക, കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് പത്രമൊക്കെ വായിച്ചിരിപ്പുണ്ട്. ഈ പത്രം ഞാൻ വായിക്കാൻ വേണ്ടി എടുത്തതൊന്നുമല്ല. ഇവിടെ ഈ പത്രം എന്തിനാണാവോ വരുത്തുന്നത്, എന്തോ ആരും അങ്ങനെ വായിക്കാറൊന്നുമില്ല അത്, പക്ഷെ ഇവിടെ ഉണ്ട്. എന്തായാലും പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയല്ല എന്നൊക്കെ. അപ്പോൾ അതൊരു ക്യൂട്ടായിട്ട് കുഞ്ഞ് ബട്ടർഫ്ലൈ കണ്ടപ്പോൾ പിന്നെ കുറച്ച് നേരം അതിനെ കളിപ്പിച്ച്, അതാണെങ്കിൽ ജീവനും കൊണ്ട് ഓടി ഞാൻ വല്ലതും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ച് രാവിലെ നല്ല ഇടിയപ്പവും നല്ല ഗ്രീൻ പീസ് കറിയാണ്. ഇത്രയും ദിവസം ഹോസ്റ്റലിലെ വൃത്തികെട്ട ഫുഡ് കഴിച്ചതിൻ്റെ എല്ലാ ക്ഷീണവും ഞാൻ ഈ ഫുഡ് കഴിച്ച് മാറ്റി. എപ്പോഴും അങ്ങനെ, ഞാൻ എല്ലാ വീക്കെൻഡും വരും, കാരണം എനിക്ക് ഫുഡ് പറ്റില്ല. ഫുഡില്ലാതെ ഞാനില്ല. ഹോസ്റ്റലിലെ ഫുഡ് എനിക്ക് തീരെ പറ്റാറുമില്ല. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ബാക്കിൽ നമ്മുടെ കൃഷിയിടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടത്തേക്ക് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്ന് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ചേന വിളവെടുക്കാം, കുറച്ച് ചേനയുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ ചേനയുടെ ഇതൊന്നുമില്ല, പക്ഷേ ട്രേക്കകത്ത് ചേനയുണ്ടെന്ന് പറഞ്ഞത് അതിലേക്ക് കഴുകിപ്പോയി. അപ്പോൾ അങ്ങനെ ചേന ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ തോണ്ടിയെടുത്തപ്പം ചെറുതായിട്ടൊക്കെ ചേനയുടെ ഇങ്ങനെ കുഞ്ഞായിട്ടൊക്കെ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി, ചെറുതായിട്ടൊക്കെ. പക്ഷേ അച്ഛൻ പറഞ്ഞു ഇല്ല, അടിയിൽ വലുതുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഇങ്ങനെ കുഴിച്ച് നമ്മളെല്ലാം അച്ഛൻ കുഴിക്കുന്നു, ഞാനത് വീഡിയോ എടുക്കുന്നു. അച്ഛൻ കഷ്ടപ്പെട്ടൊക്കെ കുഴിച്ചതാ വലിയൊരു ചേന നമുക്ക് കിട്ടി. നിങ്ങൾ എൻ്റെ വീഡിയോ മുമ്പൊക്കെ കണ്ടിട്ടില്ലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വീട്ടിൽ കൃഷിയെല്ലാം ചെയ്യുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ട്രേകളിലാണ്. അതായത് നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല നമുക്ക്. അത് കാരണം തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ നട്ടു വയ്ക്കും. ഇപ്പോൾ വാടകയ്ക്കൊക്കെ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പം മണ്ണി നട്ടൊക്കെ പിടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ട്രേകളിൽ നട്ട് പിടിപ്പിക്കാം. എന്തും ചേന, ചേമ്പ് എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഇതേ കണ്ട് ഇത്രയും വലിയ ചേനയാണ് നമുക്ക് ആ ഒരു ട്രേക്കകത്ത് നിന്ന് കിട്ടിയത്. അപ്പം നല്ല സന്തോഷം തോന്നി. അത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കെയറൊന്നും ചെയ്യാറില്ല, എപ്പോഴും ഇങ്ങനെ വളമൊന്നും ഇട്ട് അങ്ങനെ നോക്കാറ് പോലുമില്ല. ഇങ്ങനെ നട്ടിട്ട് ഇങ്ങ് പോവും, പിന്നെ വെള്ളം ഒഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ എന്തോ മണ്ണ് ആയതുകൊണ്ടായിരിക്കും എല്ലാം പിടിക്കും. നമുക്കിവിടെ എന്ത് നട്ടാലും പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്കാണ് വന്നത്. ഈ പോക്ക് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ നിറയെ പദ്ധതികൾ പണ്ട് ഈ കിസാൻ കൃഷി ദീപം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കൊണ്ട് അമ്മയെ കൊണ്ട് കാണിച്ച് അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അമ്മമാർക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ. പിന്നെ അതുവെച്ച് തന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു അന്ന് തന്നെ. അപ്പോൾ ഇത് അടുത്ത് നമ്മളിനി കുറച്ച് തൈകളൊക്കെ നടാൻ പോവാണ്. ഇത് കറിവേപ്പിലയാണ്. നമ്മൾ എന്തെങ്കിലും എല്ലാം ട്രെയിൽ നടണമെന്ന് വെച്ചാൽ നമുക്കിത് ഒരു കരിയുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് ട്രെയിൽ നടുന്നത്. അത് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രെയിൽ നടുന്നത്. അപ്പോൾ കറിവേപ്പില നമ്മൾ ട്രെയിലാണ് നട്ട് വെക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് നമുക്ക് വേറൊരിടത്ത് കൊണ്ടുപോയി നടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ട്രെയിൽ നട്ട് വെക്കുന്നത്. പിന്നെ ഇതും കുറച്ച് തൈകളൊക്കെയാണ്, കുറച്ച് എന്തിൻ്റെയൊക്കെയോ തൈകളാണ്, വഴുതനങ്ങ അതിൻ്റെയൊക്കെ. പിന്നെ ഇത് അഗസ്ത്യ മരം ഉണ്ടല്ലോ, അതിൻ്റെ തയ്യ. അപ്പം ഇവിടെ ലച്ചു കടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. നമ്മൾ കൃഷിയെന്നല്ല, ഞാൻ മുറ്റത്തിറങ്ങി എന്ത് ചെയ്താലും അവൾക്ക് ഇറങ്ങി വരണം. പ്രത്യേകിച്ച് ഞങ്ങൾ ടെറസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവൾക്ക് കൂടെ വരണം. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ബഹളമാണ് അവിടെ കിടന്നിട്ട്. അപ്പം നമ്മളിതിങ്ങനെ അച്ഛൻ തൈ മുറിച്ചിട്ട് അച്ഛനിങ്ങനെ നടാനുള്ള ഒരു പരിപാടികളിലായിരുന്നു. ഓരോന്നായിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് നടുകയാണ്. ഇങ്ങനെ അച്ഛൻ തന്നെ ഇങ്ങനെ നമ്മൾ ഗ്രോ ബാഗിലാണ് നടുന്നത്. ഗ്രോ ബാഗിൽ ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് തന്നെ നിൽക്കും. അതുപോലെ അങ്ങ് നട്ട് വെച്ചാൽ മതി. നമ്മളങ്ങനെയാണ് നടാറത്. അങ്ങനെ നമ്മളെല്ലാം നട്ട് പിടിപ്പിച്ച് പിടിപ്പിച്ചില്ല, നമ്മൾ നട്ട് വെച്ചു. എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ അച്ഛനിങ്ങനെ ഓസിട്ടിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓസ്, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഷവർ ചെയ്യണ പോലെ അങ്ങ് ഒഴിക്കും. കുഞ്ഞു ചെടിയല്ല, അതിൻ്റെ മുട്ടിലിങ്ങനെ ഫോഴ്സിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പോവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ഈ ചാനൽ കാണാതെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം.